Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 6 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവിധ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ വിദേശ നിക്ഷേപകരും RC ഉടമകളും ഫ്ലക്സി വിസക്കാരും രാജ്യം വിടുന്ന പ്രവണത തടയാനായി ബഹ്റിനിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന പ്രമേയവുമായി ബഹ്റിൻ പാർലമെൻറ്റ് MPമാർ. സ്ട്രാറ്റജിക് തിങ്കിങ് ബ്ലോക്ക് പ്രവക്താവായ ഖാലിദ് ബു അനക്കിൻ്റെ നേതൃത്വത്തിലാണ് പ്രമേയം സമർപ്പിച്ചത്. സമീപകാലത്ത് രാജ്യം വിടുന്ന വിദേശ നിക്ഷേപകരുടെയും തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചതായി MPമാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഏജൻസികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നൽകാനുള്ള വാടക കുടിശ്ശിക, ബാങ്ക് വായ്പകൾ, സർക്കാർ ഫീസുകൾ, പിഴവുകൾ എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകളാണ് ഇവർ തീർക്കാതെ പോകുന്നത്. ഈ പ്രവണത ബഹ്റിൻ്റെ നിക്ഷേപകരിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുകയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ഇത്തരം തട്ടിപ്പുകളുടെ പ്രധാന ഇരകൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. കടക്കാർ രാജ്യം വിടുന്നതോടെ തങ്ങളുടെ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ ഈ സംരംഭങ്ങൾക്ക് കഴിയാതെ വരികയും അത് അവരുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചവരെ ഉത്തരവാദിത്തമില്ലാതെ രാജ്യം വിടാൻ അനുവദിക്കാനാവില്ലെന്നും MPമാർ വാദിച്ചു. ഈ നടപടികൾ വിപണിയെ സംരക്ഷിക്കുമെന്നും ഫ്ലക്സി വിസ സമ്പ്രദായത്തിൻ്റെ ദുരുപയോഗം തടയുമെന്നും സുരക്ഷിതവും വിശ്വസനീയവുമായ ബിസിനസ് കേന്ദ്രം എന്ന ബഹ്റിൻ്റെ പ്രശസ്തി നിലനിർത്തുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ചർച്ചയ്ക്കായി പാർലമെൻറ്റിൻ്റെ അടുത്ത യോഗത്തിലേക്ക് പ്രമേയം മാറ്റിവെച്ചിരിക്കുകയാണ്. ബഹ്റിൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 9ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനും കൾച്ചറൽ കാർണിവലിനും തുടക്കമായി. 1,00,000-ലധികം പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് നിർവഹിച്ചു. പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രഭ വർമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മേളയിലെ ചിത്ര പ്രദർശനവും അംബാസഡർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മുതൽ രാത്രി 10:30 വരെയാണ് പ്രവേശന സമയം. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വൈകിട്ട് 7:30 എല്ലാ ദിവസവും കൾച്ചറൽ പ്രോഗ്രാമുകളും തുടർന്ന് പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന കൾച്ചറൽ വിവ എന്ന പരിപാടിയിൽ 18ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൃത്തരൂപങ്ങളാണ് അവതരിപ്പിച്ചത്. നാളെ വൈകുന്നേരം വൈകിട്ട് 7:30 IIPA കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യ അരങ്ങേറും. തുടർന്നുള്ള പൊതുചടങ്ങിൽ പ്രമുഖ ബ്ലോഗറും എഴുത്തുകാരനുമായ ബൈജു N. നായർ പങ്കെടുക്കും. ലിജിത് ഫിൽപ്പുകുര്യൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. പ്രശസ്ത ഓർത്തോപീഡിക് വിദഗ്ധനും അസ്ഥിരോഗ ചികിത്സാ രംഗത്തെ നിരവധി സങ്കീർണ ചികിത്സകളിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർ ഗോകുൽ വിനോദ് കിംസ് ഹെൽത്തിൽ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിക് വിഭാഗത്തിൽ സേവനം ആരംഭിച്ചു. അസ്ഥിരോഗ ചികിത്സയിലും ശസ്ത്രക്രിയകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ വൈദഗ്ധ്യം കിംസ് ഹെൽത്തിലെ ഓർത്തോപീഡിക് വിഭാഗത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സങ്കീർണമായ ഓർത്തോപീഡിക് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഡോക്ടർ ഗോകുൽ വിനോദ് തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. എല്ലുകൾക്കുണ്ടാകുന്ന എല്ലാത്തരം പരിക്കുകളും ഒടിവുകളും, സന്ധികളുടെയും ലിഗമെൻറ്റുകളുടെയും വിദഗ്ധ ചികിത്സ, സന്ധിവാതവും ജീർണിക്കുന്ന സന്ധിരോഗങ്ങളും, നട്ടലിൻ്റെ ചികിത്സയും പ്രത്യേക പരിചരണവും, ലാസറേഷൻ മൂലമുള്ള മുറിവുകളും ടെൻഡർ തകരാറുകളും പരിഹരിക്കുന്നതിനുള്ള ശസ്ത്രക്രിയകൾ, ആംബ്യൂട്ടേഷൻ ശസ്ത്രക്രിയകളും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണവും, വിവിധതരം സന്ധികൾ സംബന്ധിച്ച സർജറികൾ എന്നിവയിലും പ്രത്യേക പരിചരണം നൽകുന്നുണ്ട്. 34 വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് തിരിക്കുന്ന ബഹ്റിൻ പ്രതിഭ വെസ്റ്റ് റിഫ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം പേരാമ്പ്ര സ്വദേശി മഠത്തിൽ ഹരിദാസിന് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പ്രതിഭ റിഫ ഓഫീസിൽ നടത്തിയ യാത്രയയപ്പ് യോഗം പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറായ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷിബിൽ ഖാൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി BT ബാബു, പ്രസിഡന്റ് രഞ്ജു ഹരീഷ്, പ്രതിഭ രക്ഷാധികാരി സമിതി അംഗങ്ങളായ CV നാരായണൻ, ഷീബ രാജീവൻ, KV മഹേഷ്, പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രദീപ് പത്തേരി, മേഖലയിലെ രക്ഷാധികാരി സമിതി അംഗങ്ങളായ ചന്ദ്രൻ പിണറായി, KK ശശി, രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക കേരള സഭാംഗം CV നാരായണൻ പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി പ്രേമൻ കൊന്നോത്ത് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി പ്രകാശൻ നന്ദിയും പറഞ്ഞു. ഹരിദാസൻ മറുപടി പ്രസംഗം നടത്തി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച കലാസാംസ്കാരിക സാഹിത്യമേളയായ KCA-BFC ദി ടാലൻസ് കാൻ 2025 ഗ്രാൻഡ് ഫിനാലെ ഡിസംബർ 12 KCA ഹാളിൽ വെച്ച് നടക്കും. 1000-ലധികം കുട്ടികൾ പങ്കെടുത്ത വലിയൊരു മത്സരവേദിക്കാണ് ഈ ഫിനാലയോടെ തിരശ്ശീല വീഴുന്നത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രമുഖ സിനിമാ താരം വിൻസി അലോഷ്യസ് ആയിരിക്കും ഗ്രാൻഡ് ഫിനാലയിലെ മുഖ്യാതിഥി. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനകളിലെ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.